വെൽക്കം ടു മൈ ചാനൽ. ഇന്നിവിടെ നമ്മളൊരു ഈസി റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പനീർ ടിക്ക മസാലയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ പനീർ ടിക്ക മസാല നമ്മൾ ഇന്ന് എയർ ഫ്രയറിലാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 2 സ്പൂണ് കേർഡ് വേണം. അപ്പോൾ നല്ല കട്ട തൈരാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല കട്ട തൈര് 2 സ്പൂൺ വേണം. ഇനി അതിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ 3/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. എരിവ് വേണമെന്നുള്ളവർക്ക് അതിൻ്റേതായ രീതിയിൽ എടുക്കാവുന്നതാണ്. അതുപോലെ നമ്മളൊരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പിന്നീട് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ പനീറിൻ്റെ അളവനുസരിച്ചാണ് നമ്മൾ ഉപ്പ് എടുക്കുന്നത്. ഇനി ഇതിനെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 സ്പൂണ് വെളിച്ചെണ്ണ ചേർക്കാം. ഓയിൽ ഏത് വേണോ ചേർക്കാം. നമുക്ക് കോക്കനട്ട് ഓയിലായാലും മതി, അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലായാലും ഏതെങ്കിലും 1 സ്പൂണ് ഓയിൽ നമ്മൾ ചേർക്കാം. ഇനി ഇതിനെ നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമുക്കിതിൽ ഗ്രേവിയിൽ ഉപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പനീർ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കട്ട് ചെയ്ത പനീറാണ് വാങ്ങിയത്. അപ്പോൾ ആ പനീർ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി പനീറിനെ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മസാല എല്ലാ സ്ഥലത്തും നന്നായിട്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പനീറിന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ക്യാപ്സിക്കം, ഒരു സവാള എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഞാൻ കളർഫുൾ ആയിരിക്കുന്നതിന് വേണ്ടിയിട്ട് പച്ച, മഞ്ഞ, ചുവപ്പ് എന്ന 3 കളറിലെ ക്യാപ്സിക്കമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഈ ക്യാപ്സിക്കവും കൂടെ ഇതിലേക്ക് സവാളയും ക്യാപ്സിക്കവും കൂടെ ആഡ് ചെയ്യുക. ഇനി ഇതൊന്നും കൂടെ നമ്മൾ മിക്സ് ചെയ്യുക. മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്ലേവർ വരുന്നതിന് വേണ്ടി, ഇത് ഓപ്ഷണലാണ്, നമ്മൾ കസ്തൂരി മേത്തി കുറച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചേർക്കുന്നുണ്ട് കസ്തൂരി മേത്തി. അപ്പം നിങ്ങൾക്കത് ആവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി. അത് നമുക്ക് കമ്പൽസറി ഒന്നും അല്ല, ഓപ്ഷണലാണ്. നമുക്ക് വേണമെന്നുള്ളവർ ചേർത്താൽ മതി. ചിലപ്പോൾ എല്ലാവരുടെ കയ്യിലും കസ്തൂരി മേത്തി ഉണ്ടാവില്ല, തീർന്നു പോയിരിക്കും. അപ്പം ഉള്ളവർ ചേർക്കുക. ഇനി നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ മസാല നന്നായിട്ട് നമ്മുടെ പനീറിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എയർ ഫ്രയറിൽ എങ്ങനെയാണിത് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി എയർ ഫ്രയറിൽ ഇത് വയ്ക്കാൻ പോവുകയാണ്. ഇവിടെ എങ്ങനെയാണ് എയർ ഫ്രയറിൽ ഇത് കുക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചത്. നന്നായിട്ട് അടഞ്ഞു കഴിയുമ്പോൾ നമുക്കിവിടെ മെനു വരും. അപ്പോൾ നമ്മളിത് ഓൺ ചെയ്യുക. ഇനി നമുക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതാണ് മെനു. ഇതിൽ നമുക്ക് കുറേ ഉണ്ട്. നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടി, അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഗ്രില്ല് ചെയ്താണ് എടുക്കാൻ പോകുന്നത്. ഗ്രില്ല് ചെയ്യുന്ന ഓപ്ഷൻ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ മെനുവിൽ ഇതിനെ മാറ്റി അത് ഗ്രില്ലിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഗ്രില്ലിൽ വന്നിട്ടുണ്ട്. ഗ്രില്ലിൽ നമ്മൾ 200 ഡിഗ്രി സെൽഷ്യസ് ആണ് കാണിക്കുന്നത്. 10 മിനിറ്റ്. ഇനി നമ്മൾ ഇതിനെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. നമുക്കിനി 3 മിനിറ്റും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ പനീർ ടിക്ക റെഡിയാവും. നമ്മൾ ഈ എയർ ഫ്രയറിൽ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത്, നമ്മൾ ഓവനിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ തന്നെ അതിൽ എത്ര ഡിഗ്രി സെൽഷ്യസ്, ടൈം എല്ലാം നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാൽ നമ്മൾ എയർ ഫ്രയറിൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മെനു എടുത്തിട്ട് ഗ്രില്ല് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്, അതുപോലെ എത്ര ടൈമാണെന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത് കൊണ്ട് നമ്മൾ വയ്ക്കുന്ന സാധനം ഒരിക്കലും അത് കരിഞ്ഞു പോവുകയോ ചൂട് കൂടുതലായി കരിയുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പം നമുക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ വേറൊരു ഇതെന്ന് പറയുന്നത്, നമുക്ക് ഓയിൽ വേണ്ട. എയർ ഫ്രയർ ചെയ്യുമ്പോൾ ഓയിൽ വേണ്ട. നമ്മളിപ്പം ചിക്കൻ ഫ്രൈ ആയാലും നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാം, ചിക്കൻ ഫ്രൈ ചെയ്യാം, അതുപോലെ പിസ്സ ഉണ്ടാക്കാം. നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ ഓവനിൽ ചെയ്യുന്നതെല്ലാം തന്നെ നമുക്ക് എയർ ഫ്രയറിലും ചെയ്യാൻ പറ്റും.
പൊട്ടറ്റോ ചിപ്സ് ഇതെല്ലാം നമുക്ക് ഓയിലില്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ കാർഡിയാക്കിൻ്റെ പ്രോബ്ലം ഉള്ള ആൾക്കാർക്കായാലും കൊളസ്ട്രോൾ കൂടുതലുള്ള ആൾക്കാർക്കായാലും എല്ലാം എയർ ഫ്രയറിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റും. നമുക്കിവിടെ ഫ്രയറിൽ റെഡി ആയിട്ടുണ്ട് ടിക്ക. നമുക്കിത് അവിടെ ഓഫ് ഒന്ന് കാണിക്കുന്നുണ്ട്. ഈ ഓഫ് ഒന്ന് കണ്ടാൽ മാത്രമേ നമ്മൾ ഫ്രയർ തുറന്ന് നോക്കാവൂ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാ നമ്മുടെ പനീർ ടിക്ക നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ പനീർ ടിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ല ഒരു റെസിപ്പിയാണ്. നമ്മളിപ്പം ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാർക്കും കഴിക്കാൻ പറയുന്ന ഒന്നാണ് പനീർ എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ രീതിയിൽ നമ്മൾ ചെയ്ത് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഹെൽത്തിനും ഒരു ദോഷവും ഇല്ല. നമുക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആയാലും പൂരിയുടെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആയാലും നമുക്ക് ഇത് കഴിക്കാം. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാനും പറ്റും. ഇതിൻ്റെ പുറത്ത് നമ്മൾ കുറച്ച് ലെമൺ ജ്യൂസ് ഇഷ്ടമുള്ളവർ ലെമൺ ജ്യൂസ് കുറച്ചൊന്ന് ആഡ് ചെയ്തിട്ട് ഇത് കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എത്രത്തോളം ടേസ്റ്റ് ആണെന്നുള്ളത് മനസ്സിലായില്ല. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക. അപ്പം നിങ്ങൾക്കിതിൻ്റെ രുചി എന്താണെന്നുള്ളത് മനസ്സിലാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പനീർ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു. ഇതുപോലെ ടിക്ക ഉണ്ടാക്കി കഴിച്ച ശേഷം എനിക്കിപ്പം പനീർ കഴിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ വരാം.